ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ചക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഹൽവ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് റവയാണ് വേണ്ടത്. റവ ഒരു മിക്സർ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അതിനുശേഷം ഒരു അടികട്ടിയുള്ളൊരു പാനിലേക്ക് നമുക്ക് ഈ റവ മാറ്റാം. ഇനി വേണ്ടത് ചക്കയാണ്. ഞാനിവിടെ ഒരു 15 ചക്കയോളം എടുത്തിട്ടുണ്ട്. ഇതും ഒരു മിക്സർ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന റവയും ചക്കയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങ മുഴുവനായിട്ടും പാലിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മൊത്തം 50 ഗ്രാം നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഹൽവ ബാറ്റർ അല്പം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഹൽവ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അധികം സമയം വേണ്ടി വരില്ല. സാധാരണ ഹൽവ ഉണ്ടാക്കുന്നതിനേലും വളരെ കുറച്ച് സമയം മതി ഈ ഹൽവ റെഡിയാവാൻ. ഇതിപ്പോൾ ഏകദേശം പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാത്രത്തിൽ നിന്നെല്ലാം മുഴുവനായിട്ടും വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കണം. കശുവണ്ടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി അമർത്തി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഹൽവ നന്നായി തണുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉഷസ് ഫുഡ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.